മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വലിയ പ്രതീക്ഷകളിലൊന്നാണ് ഈ കാണുന്നത്. സർക്കാർ ടൗൺഷിപ്പിലെ ആദ്യ നിർമ്മാണം മാതൃകാ വീട്. എൽസൺ എസ്റ്റേറ്റിൽ തകൃതിയായ ജോലികൾ. അഞ്ച് സോണുകളിലായി നിർമ്മിക്കുന്ന വീടുകൾ. ആദ്യ സോണിൽ ഉൾപ്പെട്ട 140 വീടുകൾക്കുള്ള സ്ഥലമൊരുക്കൽ പ്രവൃത്തി പൂർത്തിയായി. 41 വീടുകൾക്കുള്ള സിമന്റ് കോൺക്രീറ്റ്, 9 വീടുകൾക്കുള്ള അടിത്തറ നിർമ്മാണം എന്നിവ കഴിഞ്ഞു. 410 വീടുകളാണ് നിർമ്മിക്കുന്നത്. മാതൃകാ വീടിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ KSEB നിർമ്മിക്കുന്ന 110 kV സബ്സ്റ്റേഷന്റെ ടെൻഡർ നടപടികളും ആരംഭിച്ചു. നിർമ്മാണ പ്രവൃത്തികൾ ഇനിയും നീണ്ടുപോകരുത് എന്നാണ് ദുരന്തബാധിതർക്ക് പറയാനുള്ളത്. ഈ ദുരന്തത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്ക് ഒരു പ്രയാസം എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റപ്പെട്ട് ജില്ലേൻ്റെ പല ഭാഗങ്ങളായിട്ട് കഴിയണം. ഞങ്ങളെല്ലാവരും പാടെ ഇനി ഒരുമിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആ പഴയ ഒരു സൗഹൃദവും ആ കൂട്ടായ്മയും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇപ്പം നിലവിൽ ഒരു ദുരന്തബാധിതനായിട്ട് തന്നെ നിൽക്കുകയാണ് ഞങ്ങൾ. അതൊന്ന് മോചനം വേണം. കാരണം നമ്മളൊരു ദുരന്തബാധിതനായിട്ട് എന്നും ആ പേടി സ്വപ്നമായിട്ട് മഴ വരുമ്പോഴൊക്കെ ഉള്ള പേടി സ്വപ്നമായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ ഒരു കാരണവശാലും ഇനി പറയരുത്. മഴ കാരണം കുറച്ച് വൈകിട്ടുണ്ട്. പക്ഷേ ആ വൈകിയത് കൂടുതൽ തൊഴിലാളികളെ വെച്ചുകൊണ്ട് അത് നികത്തിക്കൊണ്ട് ഈ ഡിസംബറിൽ തന്നെ പണി പൂർത്തിയാക്കാനുള്ള നടപടി ഉണ്ടാകണം. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഡിസംബറോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.